ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് ബിഗ് ബോസിൽ ലൈവായിട്ട് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്ന ആഴ്ചത്തെ ക്യാപ്റ്റൻ ആരാണെന്നുള്ളത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കണ്ടൻസും അവർക്ക് ഇഷ്ടപ്പെട്ട 3 പേരെ സെലക്ട് ചെയ്യാനുള്ള അവസരമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ അർജുനും അപ്സരയും അൻസിബയും അതുപോലെ തന്നെ റോക്കി ബായുമാണ് ഇതുവരെ സെലക്ട് ചെയ്തത്. അപ്പോൾ കൂടുതലും ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സുരേഷ് ഏട്ടൻ, അപ്സര അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അപ്പം അവസാനം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റോക്കി ബായ് ആണ്. ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നതിൽ ഒരു മാറ്റമില്ല. കാരണം റോക്കി ബായ് വെറുതെ അങ്ങ് ബിഗ് ബോസിൽ നിന്ന് വന്ന് കണ്ടിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് ഈ ഒരു ഒറ്റ സീനോട് കൂടി നമുക്ക് മനസ്സിലായ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ റോക്കി ബായുടെ ഒബ്സർവേഷൻ അത് പക്കയാണ്. റോക്കി ബായ് സെലക്ട് ചെയ്തത് നമ്മുടെ ജാസ്മിൻ, രതീഷ്, സിജോ ഈ 3 പേരെയാണ്. ഈ 3 പേര് ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പക്ക ആയിട്ട് തന്നെ നമ്മുടെ റോക്കി ബായ് വിവരിച്ചിട്ടുണ്ട്. അതായത് ഈ ബിഗ് ബോസിൽ ഇങ്ങനെ പല സ്വഭാവം കാണിക്കുന്ന രതീഷ് ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം എന്ന് കണ്ടു മനസ്സിലാക്കണം. അദ്ദേഹം ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള പ്ലേ ആണ് പുറത്തെടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് രതീഷിനെ സെലക്ട് ചെയ്തതെന്നും അതുപോലെ തന്നെ ജാസ്മിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പക്കയായിട്ട് ഇടപെടുന്ന ജാസ്മിൻ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ കൂർമ്മ ബുദ്ധി അതുപോലെ തന്നെ പല ഉദ്ദേശങ്ങളോടുകൂടി ഒരു പക്ക പ്ലെയറായിട്ട് നിൽക്കുന്ന ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ബിഗ് ബോസിലെ ക്യാപ്റ്റൻസിയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കണമെന്നാണ് ജാസ്മിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം റോക്കി ബായ് സെലക്ട് ചെയ്തത് നമ്മുടെ സിജോയാണ്. സിജോയെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. സിജോ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്രയും ഞാൻ ഒബ്സർവേഷൻ ചെയ്തിട്ട് പോലും എനിക്ക് സിജോയുടെ ക്യാരക്ടർ പിടികിട്ടിയില്ല. സിജോ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, ഏതുദ്ദേശത്തിലാണ് അടുത്ത മൂവ്മെൻറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് സിജോയെ ഞാൻ സെലക്ട് ചെയ്തെന്ന് പറയുന്നു. റോക്കി ബായ് ഓരോരുത്തരെയും കണ്ണിങ് ആയിട്ട് മുറിച്ച് പഠിച്ച് അരച്ച് കലക്കി കുടിച്ചതിന് ശേഷമാണ് ഇതുവരെ ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഒറ്റ സീനോടുകൂടി പക്കയായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇത്രയും പേരിൽ പക്ക പവർഫുൾ പ്ലെയറാണ് റോക്കി ബായ് എന്നുള്ളതിന് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഞാൻ ഇതുവരെ ബിഗ് ബോസ് കണ്ടതിൽ ലൈവിൽ ഒരു തുള്ളി പോലും വിടാതെ പക്കയായിട്ട് പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതുവരെ ഉള്ള പ്ലേയേഴ്സിനിടയിൽ നിന്ന് എല്ലാവരെയും എങ്ങനെ മനസ്സിലാക്കി എത്രത്തോളം പഠിച്ചിട്ടാണ് റോക്കി ബായ് അവിടെ നിൽക്കുന്നത് എന്ന് ഈ ഒരു ഒറ്റ കാര്യത്തോടു കൂടി നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും റോക്കി ബായ് ഒരു താരം തന്നെയാണ്. വെറുതെ അങ്ങ് പോകാനുള്ള ഉദ്ദേശമല്ല മോനെ എന്ന് 100% ഉറപ്പിച്ചുകൊണ്ട് റോക്കി ബായ് മുന്നേറുമെന്ന് നമുക്ക് വരുന്ന ഈ ഒരൊറ്റ സീനിൽ മനസ്സിലായി. തുടർന്നും ലൈവ് അപ്ഡേറ്റ്സ് കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.